എല്ലാവർക്കും നമസ്കാരം. PSC ഇൻഫ്ലുവൻസറിന്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ അനുഷാർ കരുനാഗപ്പള്ളി. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ആറാമത്തെ ചാപ്റ്റർ ചർച്ച ചെയ്യാണ്. 5ാം ക്ലാസ്സിലെ ആറാമത്തെ ചാപ്റ്റർ ഊർജ്ജ സ്രോതസ്സുകൾ. അപ്പൊ നമ്മൾ 5 ചാപ്റ്റർ കഴിഞ്ഞു. 5 ചാപ്റ്ററും നിങ്ങൾ കൃത്യമായി പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് ആറാമത്തെ ചാപ്റ്ററിലേക്ക് കടക്കാം. അതിനു മുമ്പ് നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്നത് പോലെ 5ാമത്തെ ചാപ്റ്റർ കയ്യെത്തും ദൂരത്ത് ആകാശം എന്ന ചാപ്റ്ററിലെ ഒരു 10 ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് നോക്കിക്കൊണ്ട് ആറാമത്തെ ചാപ്റ്ററിലേക്ക് കടക്കാം. ഓക്കെ, അപ്പം നിങ്ങൾ കമന്റ് ബോക്സ് ഓൺ ആക്കി വെക്കുക, കമന്റ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം വായിക്കാണ്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം. ഇന്നലെ നമ്മൾ പഠിച്ചാണ് ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഏതാണ്? ഓപ്ഷൻ എ ശ്രീഹരിക്കോട്ട, ഓപ്ഷൻ ബി ബാംഗ്ലൂർ, ഓപ്ഷൻ സി തുമ്പ, ഓപ്ഷൻ ഡി ഹൈദരാബാദ്. എല്ലാവരും കമന്റ് ചെയ്തോളൂ. ഒന്നിട്ടിട്ട് എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ എന്ന് കമന്റ് ചെയ്യുക. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം. എല്ലാവർക്കും ഉത്തരം കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഏതാണ്? ഓപ്ഷൻ സി തുമ്പയാണ് അല്ലെ. ഇന്നലെ നമ്മൾ തുമ്പയെ പറ്റി, തുമ്പ സ്പേസ് സെന്ററിനെ പറ്റിയെല്ലാം നമ്മൾ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തെ പറ്റിയെല്ലാം നമ്മൾ പറഞ്ഞതാണ്. അപ്പൊ അതൊന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തുമ്പയാണ്. രണ്ടാമത്തെ ചോദ്യം: ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയുടെ പേര്. ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയുടെ പേര്. ഓക്കെ ആണല്ലോ. ഓപ്ഷൻ എ നാസ, ഓപ്ഷൻ ബി RSA, ഓപ്ഷൻ സി CNSA, ഓപ്ഷൻ ഡി ISRO. ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയുടെ പേര്. ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയുടെ പേര്. എല്ലാവരും കമന്റ് ചെയ്തല്ലോ. നിങ്ങൾക്ക് അഥവാ സ്പീഡ് കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് പോസ് ചെയ്യുക, ദെൻ കമന്റ് ചെയ്തിട്ട് റീപോസ് ചെയ്താൽ മതി കേട്ടോ. അപ്പം ഏതാണ്? ഓപ്ഷൻ ഡി ISRO ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ചോദ്യം: സതീഷ് ധവാൻ സ്പേസ് സെന്റർ പ്രവർത്തനം ആരംഭിച്ച വർഷം. ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിട്ടുള്ളതാണ്, ഒരു ബോക്സിനകത്ത് കൊടുത്തിട്ടുള്ളതാണ്. സതീഷ് ധവാൻ സ്പേസ് സെന്റർ പ്രവർത്തനം ആരംഭിച്ച വർഷം 1971, ഓപ്ഷൻ ബി 1963, ഓപ്ഷൻ സി 1969, ഓപ്ഷൻ ഡി 1972. ഒന്ന് ഓർത്തു നോക്കൂ. സതീഷ് ധവാൻ സ്പേസ് സെന്റർ പ്രവർത്തനം ആരംഭിച്ച വർഷം ഏത് വർഷമാണ്? ഏത് വർഷമാണ്? എല്ലാവരും കമന്റ് ചെയ്തു. ഏത് വർഷമാണ്? 1971 ആണോ, 1963 ആണോ, 1969 ആണോ, അതോ 1972 ആണോ? സതീഷ് ധവാൻ സ്പേസ് സെന്റർ ഏതാണ്? ഓപ്ഷൻ എ ആണ് അല്ലെ. 1971 ആണ്. 1971. അങ്ങനെയാണെങ്കിൽ നമ്മൾ നാലാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. പ്രീവിയസ് ഇയർ ചോദ്യമാണ്. അപ്പോളോ 11 ചാന്ദ്ര ദൗത്യത്തിലെ കമാൻഡ് മൊഡ്യൂളിന്റെ പൈലറ്റ് ആയിരുന്ന വ്യക്തി 2021 ഏപ്രിൽ 21 അന്തരിച്ചു. അദ്ദേഹത്തിന്റെ പേരെന്ത്? ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം പ്രീവിയസ് ഇയർ ചോദ്യമാണ്. അതിനകത്തൊരു ചോദ്യമാണിത്. അപ്പോളോ 11 ചാന്ദ്ര ദൗത്യത്തിലെ കമാൻഡ് മൊഡ്യൂളിന്റെ പൈലറ്റ് ആയിരുന്ന വ്യക്തി 2021 ഏപ്രിൽ 21 അന്തരിച്ചു. അദ്ദേഹത്തിന്റെ പേരെന്ത്? ഓപ്ഷൻ എ നീൽ ആംസ്ട്രോങ്, ഓപ്ഷൻ ബി എഡ്വിൻ ആൻഡ്രിൽ, ഓപ്ഷൻ സി മൈക്കൽ കൊളിൻസ്, ഓപ്ഷൻ ഡി ഇവരാരുമല്ല. അപ്പൊ നമ്മള് ഇന്നലെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നില്ല അദ്ദേഹം അന്തരിച്ച ഏത് ദിവസമാണ് അല്ലെങ്കിൽ ഏത് വർഷമാണ് നമ്മൾ പറഞ്ഞില്ല. പക്ഷേ ചാന്ദ്ര ദൗത്യം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു അപ്പോളോ 11 യാത്ര ചെയ്ത നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൻഡ്രിലും അതിന്റെ കൂടെ ആ പൈലറ്റ് ആയിരുന്ന വ്യക്തി ആരായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ആരായിരുന്നു അത്? അതാണ് ഇതിന്റെ ഉത്തരം. ആരാണ്? ഓപ്ഷൻ സി ആണ്, മൈക്കൽ കൊളിൻസ്. എല്ലാവർക്കും കിട്ടിയല്ലോ. അപ്പൊ അദ്ദേഹം അന്തരിച്ച വർഷം 2021 ഏപ്രിൽ 21 കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. അഞ്ചാമത്തെ ചോദ്യം: സൂര്യന്റെ അന്തരീക്ഷത്തെ കുറിച്ച് പഠിക്കാൻ ISRO വിക്ഷേപിച്ച സ്പേസ് ക്രാഫ്റ്റിന്റെ പേര് താഴെ പറയുന്നവയിൽ ഏതാണ്? സൂര്യന്റെ അന്തരീക്ഷത്തെ കുറിച്ച് പഠിക്കാൻ, സൗരാന്തരീക്ഷം പഠിക്കാൻ വേണ്ടി നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ബോക്സിനകത്ത് പഠിച്ചതാണ് സൗരാന്തരീക്ഷം. ഏതായിരുന്നു സൗരാന്തരീക്ഷം പഠിക്കാൻ വേണ്ടി വിക്ഷേപിച്ചത്? ഓപ്ഷൻ എ ആദിത്യ L1, ഓപ്ഷൻ ബി അപ്പോളോ 1, ഓപ്ഷൻ സി വോയേജർ, ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല. എല്ലാവർക്കും ഓർമ്മ കാണും. ഏതായിരുന്നു? ഏതാ? ആദിത്യ L1 അല്ലെ. ഗഗൻയാൻ, മംഗൾയാൻ, ആദിത്യ L1. ഇത് മൂന്നിനെ പറ്റി നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തതാണ്. അങ്ങനെയാണെങ്കിൽ ആറാമത്തെ ചോദ്യം: വേട്ടക്കാരൻ എന്നറിയപ്പെടുന്ന നക്ഷത്ര ഗണം ഏത്? പ്രീവിയസ് ഇയർ ചോദ്യം. വേട്ടക്കാരൻ എന്നറിയപ്പെടുന്ന നക്ഷത്ര ഗണം ഏത്? ഓപ്ഷൻ എ ഓറിയോൺ, ഓപ്ഷൻ ബി സപ്തർഷികൾ, ഓപ്ഷൻ സി കാസിയോപ്പിയ, ഓപ്ഷൻ ഡി സിറിയസ്. വേട്ടക്കാരൻ എന്നറിയപ്പെടുന്ന നക്ഷത്ര ഗണം. എല്ലാവർക്കും കിട്ടിയോ?
ആൻഡ്രോഡിമയൊക്കെ പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞതായിരുന്നു വേട്ടക്കാരൻ എന്നറിയപ്പെടുന്ന നക്ഷത്രഗണം ഏതാണ് വെരി ഗുഡ്. ഏതാ? ഓപ്ഷൻ എ ഓറിയോൺ ആണ് അല്ലെ, ഓറിയോൺ ആണ്. അങ്ങനെയാണെങ്കിൽ ഏഴാമത്തെ ചോദ്യം, സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം. സോളാർ സിസ്റ്റം നമ്മൾ പഠിച്ചു, സോളാർ സിസ്റ്റം. അതിനകത്തുനിന്ന് ചോദിക്കാനാണ് സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം. ഓപ്ഷൻ എ ബുധൻ, ഓപ്ഷൻ ബി ശനി, ഓപ്ഷൻ സി ശുക്രൻ, ഓപ്ഷൻ ഡി വ്യാഴം. സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏതാണ്? ഓപ്ഷൻ എ ബുധൻ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. എല്ലാവർക്കും കിട്ടിക്കാണും ഓപ്ഷൻ എ ബുധൻ. അങ്ങനെയാണെങ്കിൽ എട്ടാമത്തെ ചോദ്യം, തെറ്റായ ജോഡി തിരഞ്ഞെടുക്കുക. തെറ്റായ ജോഡി. ഓപ്ഷൻ എ ഇൻസാറ്റ് വാർത്താവിനിമയം, ഓപ്ഷൻ ബി IRNSS ഗതി നിർണയം, ഓപ്ഷൻ സി കാർട്ടോസാറ്റ് പ്രതിരോധം, ഓപ്ഷൻ ഡി ആസ്ട്രോസാറ്റ് ജ്യോതിശാസ്ത്ര പഠനം. തെറ്റായ ജോഡി തിരഞ്ഞെടുക്കാനാണ്. ഒന്നുകൂടെ പറയാം. ഓപ്ഷൻ എ ഇൻസാറ്റ് വാർത്താവിനിമയം, ഓപ്ഷൻ ബി IRNSS ഗതി നിർണയം, ഓപ്ഷൻ സി കാർട്ടോസാറ്റ് പ്രതിരോധം, ഓപ്ഷൻ ഡി ആസ്ട്രോസാറ്റ് ജ്യോതിശാസ്ത്ര പഠനം. ഏതാണ് തെറ്റായിട്ടുള്ള ജോഡി? ബോക്സിനകത്ത് SRT ടെക്സ്റ്റ് ബുക്കിലെ ബോക്സിൽ കൊടുത്തിരുന്നതാണ്. എഡ്യൂസാറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിന്റെ കൂടെ അല്ലെ, എഡ്യൂക്കേഷന് വേണ്ടിയുള്ളത് എഡ്യൂസാറ്റ്. അപ്പൊ ഇതിനകത്ത് തെറ്റായിട്ടുള്ളത് ഏതാണ്? കാർട്ടോസാറ്റ് ആണ് അല്ലെ, ഓപ്ഷൻ സി കാർട്ടോസാറ്റ് ആണ് പ്രതിരോധം എന്നത് തെറ്റായിട്ടുള്ള ജോഡിയാണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, ഒമ്പതാമത്തെ ചോദ്യം, ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ നിലയം. ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ നിലയം. ഇത് SRT ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല, പക്ഷെ നമ്മൾ അഡീഷണൽ പോയിന്റ് ആയിട്ട് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ളത് കൊണ്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ നിലയം. ഓപ്ഷൻ എ മിർ, ഓപ്ഷൻ ബി സ്കൈലാബ്, ഓപ്ഷൻ സി സാല്യൂട്ട് 1, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ നിലയം ഏതാണ്? ഉത്തരം എല്ലാവർക്കും കിട്ടിക്കാണും. ഏതായിരുന്നു? ഓപ്ഷൻ സി സാല്യൂട്ട് 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ലാസ്റ്റ് ചോദ്യം, പത്താമത്തെ ചോദ്യം, GPS-ന്റെ പൂർണ്ണ രൂപം. പ്രീവിയസ് ഇയർ ചോദ്യമാണ് GPS-ന്റെ പൂർണ്ണ രൂപം. ഓപ്ഷൻ എ ഗ്ലോബൽ പൊസിഷൻ സിസ്റ്റം, ഓപ്ഷൻ ബി ഗ്ലോബൽ പോസ്റ്റൽ സർവീസ്, ഓപ്ഷൻ സി ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം, ഓപ്ഷൻ ഡി ഗ്ലോബൽ പോർട്ടബിൾ സർവീസ്. ഇതിൽ ഏതാണ് GPS-ന്റെ പൂർണ്ണ രൂപം? ഇന്നലെ പഠിച്ചപ്പോഴേ നമ്മൾ പറഞ്ഞു, ഇമ്പോർട്ടന്റ് ആണ്, മറന്നു പോവരുത്. GPS-ന്റെ പൂർണ്ണ രൂപം ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ആണ്. ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. ക്ലിയർ ആയല്ലോ? അപ്പം ഈ 5 ചാപ്റ്റേഴ്സ് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചല്ലോ. ഏതൊക്കെയായിരുന്നു? ഒറ്റയല്ലൊരു ജീവിയും, വ്യാധികൾ പടരാതിരിക്കാൻ, ജീവനുള്ള വിത്തുകൾ, അതേപോലെ തന്നെ കയ്യെത്തും ദൂരത്ത് ആകാശം അല്ലേ? ഇത്രയും ചാപ്റ്റേഴ്സ് ക്ലിയർ ആയിട്ട് നമ്മൾ പഠിച്ചു. ക്ലിയർ ആയല്ലോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ 6ാമത്തെ ചാപ്റ്ററിലേക്ക് പോവുകയാണ്. ഊർജ സ്രോതസ്സുകൾ. ഊർജ സ്രോതസ്സുകൾ എന്ന ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പൊ നോക്കി, ഇതിനകത്ത് ആദ്യം തന്നെ നമുക്ക് കൊടുത്തിരിക്കുന്നത് എന്താണ് ഊർജം എന്നത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞു പോവാണ്, നമ്മൾ വാസ്റ്റ് ആക്കുന്നില്ല, സിമ്പിൾ ആക്കാണ്. എന്താണ് ഊർജം? എല്ലാവർക്കും അറിയാം, എനിക്കൊരു പ്രവൃത്തി ചെയ്യണം എങ്കിൽ എനിക്ക് ആ പ്രവൃത്തി ചെയ്യാൻ ഒരു കഴിവ് വേണം അല്ലെ? ആ കഴിവാണ് ഊർജം അല്ലെങ്കിൽ എനർജി എന്ന് പറയുന്നത്. നിനക്കത് ചെയ്യാനുള്ള എനർജി ഇല്ല, നിനക്കത് ചെയ്യാനുള്ള എനർജി ഉണ്ട്, അങ്ങനെയൊക്കെ നമ്മൾ പറയും അല്ലെ? അപ്പം ഒരു പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് എന്ത്? എനർജി അല്ലെങ്കിൽ ഊർജം എന്ന് പറയുന്നത്. ഊർജത്തെ നമുക്ക് കാണാൻ സാധിക്കുമോ? കാണാൻ സാധിക്കില്ല. പക്ഷേ വിവിധ പ്രകടനങ്ങളിലൂടെ അത് പ്രകടമാകും അല്ലെ? വിവിധ പ്രവർത്തനങ്ങളിലൂടെ അത് പ്രകടമാകുന്നുണ്ട്. കാരണം വലിയൊരു ബെഞ്ച് നീക്കാൻ എന്നെ കൊണ്ട് ചിലപ്പോൾ സാധിക്കില്ല. കാരണം എന്താ? എനിക്ക് അത്രയും ഊർജമില്ല. ചിലപ്പോൾ ചെറിയൊരു ബെഞ്ച് നീക്കാൻ എനിക്ക് പെട്ടെന്ന് സാധിക്കും. അതെന്തുകൊണ്ടാണ്? എനിക്ക് അത് ചെയ്യാനുള്ള എനർജി ഉണ്ട്. അപ്പൊ ആ ഒരു പ്രവർത്തനത്തിലൂടെ എന്ത് സംഭവിക്കാം, എന്ത് മനസ്സിലാക്കാം? എന്റെ എനർജി ലെവൽ മനസ്സിലാക്കാം. അപ്പൊ എന്താ എനർജി എന്ന് പറയുന്നത്? പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് ഊർജം എന്ന് പറയുന്നത്. ഈ സെന്റൻസ് മറക്കരുത്. സെന്റൻസിനകത്തുനിന്ന് ചോദ്യം വരും, പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഡാഷ്. അങ്ങനെ ഒരു ചോദ്യം വന്നിട്ടുണ്ട്, പ്രീവിയസ് ഇയർ ചോദ്യമാണ്. പ്രവൃത്തി ചെയ്യുവാനുള്ള കഴിവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഊർജം അല്ലെങ്കിൽ എനർജി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അങ്ങനെയാണെങ്കിൽ ചൂട്, പ്രകാശം തുടങ്ങിയവ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഊർജ രൂപങ്ങളാണ് അല്ലെ? ചൂട്, പ്രകാശം തുടങ്ങിയവയെല്ലാം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഊർജ രൂപങ്ങളാണ്. നിങ്ങളുടെ വീട്ടിൽ ഊർജം ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ, നമ്മൾ പാചകം ചെയ്യാനൊക്കെ തീ ഉപയോഗിക്കും അല്ലെ? അപ്പം
അതെന്താണ്? ഒരു ഊർജ്ജ രൂപമാണ്. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ഊർജ്ജ രൂപമാണ് ചോദിച്ചേക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. എന്താണ് ഊർജ്ജം അല്ലെങ്കിൽ എനർജി? പ്രവൃത്തി ചെയ്യുവാനുള്ള കഴിവിനെയാണ് ഊർജ്ജം അല്ലെങ്കിൽ എനർജി എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റിലേക്ക് പോവുകയാണെങ്കിൽ ഇന്ധനങ്ങൾ അല്ലെങ്കിൽ ഫ്യൂവൽസ്. എന്താണ് ഇന്ധനങ്ങൾ അല്ലെങ്കിൽ ഫ്യൂവൽസ്? ഇവിടെ 3 ചിത്രം കൊടുത്തിട്ടുണ്ട്. വിറകടുപ്പ് കൊടുത്തിട്ടുണ്ട്, മണ്ണെണ്ണ അടുപ്പുണ്ട്, ഗ്യാസ് അടുപ്പുണ്ട് അല്ലെ. ഈ 3 ചിത്രത്തിനകത്തും എന്തുണ്ട്? ഇന്ധനങ്ങളുണ്ട്. ഇന്ധനങ്ങളുണ്ട്. ഈ വിറകടുപ്പിലെ ഇന്ധനം എന്തായിരിക്കും? വിറകായിരിക്കുമല്ലോ. മണ്ണെണ്ണ അടുപ്പിലെ ഇന്ധനം എന്തായിരിക്കും? മണ്ണെണ്ണയായിരിക്കും അല്ലെ. മണ്ണെണ്ണയായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഗ്യാസ് അടുപ്പിൽ എന്തായിരിക്കും? LPG ആയിരിക്കും. LPG ആയിരിക്കും. അപ്പൊ ഇന്ധനങ്ങൾ അല്ലെങ്കിൽ ഫ്യൂവൽസ് എന്താണെന്നാണ് നമ്മൾ പഠിക്കുന്നത്. എന്താണ് ഇന്ധനങ്ങൾ അല്ലെങ്കിൽ ഫ്യൂവൽസ്? കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കൾ. ഇവയെല്ലാം കത്തും അല്ലെ. വിറകടുപ്പ് കത്തിക്കുമ്പോൾ അത് കത്തുന്നുണ്ട്, മണ്ണെണ്ണ അടുപ്പ് കത്തിക്കുമ്പോൾ അത് കത്തുന്നുണ്ട്, ഗ്യാസ് അടുപ്പ് കത്തിക്കുമ്പോൾ അത് കത്തുന്നുണ്ട്. അപ്പൊ അവിടെ എന്താണ്? കത്തുമ്പോൾ അത് എന്ത് ചെയ്യുന്നുണ്ട്? ഇവയെല്ലാം താപം പുറത്തേക്ക് വിടുന്നുണ്ട്. താപം പുറത്തേക്ക് വിടുന്നുണ്ട്. അങ്ങനെ താപം അല്ലെങ്കിൽ ഹീറ്റ് പുറത്തുവിടുന്ന വസ്തുക്കളെയാണ് നമ്മൾ ഇന്ധനങ്ങൾ അല്ലെങ്കിൽ ഫ്യൂവൽസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? എന്താണ് എനർജി എന്ന് നമ്മൾ പഠിച്ചു. സെക്കൻഡ് പോയിന്റ് നമ്മൾ ഇവിടെ പറയാണ് ഇന്ധനങ്ങൾ. 2 പോയിന്റേ പഠിച്ചുള്ളൂ. ഒന്ന് എനർജി എന്താണ്? എന്താണ് എനർജി? പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജം അല്ലെങ്കിൽ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ഫ്യൂവൽസ് അല്ലെങ്കിൽ ഇന്ധനങ്ങൾ എന്താണ്? കത്തുമ്പോൾ താപം പുറത്ത് വിടുന്ന, കത്തുമ്പോൾ എന്ത് ചെയ്യും? താപം പുറത്തേക്ക് വിടും. പുറത്ത് വിടുന്ന വസ്തുക്കളെയാണ് നമ്മൾ ഇന്ധനങ്ങൾ എന്ന് പറയുന്നത്. വിറക്, മണ്ണെണ്ണ, LPG, പെട്രോൾ, ഡീസൽ, കൽക്കരി തുടങ്ങിയ ധാരാളം വസ്തുക്കൾ നമ്മൾ എന്തിനായി ഉപയോഗിക്കുന്നു? ഇന്ധനങ്ങളായി ഉപയോഗിക്കുന്നുണ്ട്. ക്ലിയർ ആയല്ലോ? അപ്പം ഇന്ധനങ്ങൾ എന്താണ്? കത്തുമ്പോൾ താപം പുറത്തേക്ക് വിടുന്ന വസ്തുക്കളാണ് ഇന്ധനങ്ങൾ. അതിന് ഉദാഹരണമാണ് വിറക്, മണ്ണെണ്ണ, LPG, പെട്രോൾ, ഡീസൽ, കൽക്കരി തുടങ്ങിയവ. അങ്ങനെയാണെങ്കിൽ അടുത്ത പോയിന്റ് ആണ് കത്താൻ സഹായിക്കുന്നത് എന്ത്? കത്താൻ സഹായിക്കുന്നത് എന്ത്? നമുക്കറിയാം അടുപ്പില് നമ്മൾ കുഴല് വെച്ച് ഊതും അല്ലെ. ഈ കുഴൽ ഉപയോഗിച്ച് നമ്മൾ അടുപ്പ് ഊതുന്നത് എന്തിനാണ്? നമുക്കറിയാം കത്താൻ സഹായിക്കുന്നത് ഓക്സിജൻ എന്ന വാതകമാണ്. അപ്പൊ കത്താൻ സഹായിക്കുന്ന ഓക്സിജൻ എന്ന വാതകം കുഴൽ ഉപയോഗിച്ച് നമ്മൾ ഊതുമ്പോൾ നന്നായിട്ട് അടുപ്പിലേക്ക് എത്തും. ആ ഒരു വേയിൽ മാത്രമേ അത് പോത്തുള്ളൂ അല്ലെ. ആ ഒരു ഓക്സിജൻ പോത്തുള്ളൂ. അതുകൊണ്ട് തന്നെ കത്താൻ വേഗം സഹായിക്കും. അതാണ് കാരണം. അപ്പൊ ഇവിടെ ഈ ഒരു ഇതിലൂടെ നമുക്ക് പറയേണ്ട കാര്യം, കത്താൻ ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? ഓക്സിജൻ ആണ്. കത്താൻ ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? ഓക്സിജൻ ആണ്. ഈ ഒരു പോയിന്റ് മാത്രം നിങ്ങൾ ഇവിടെ നിന്ന് പഠിച്ചു വെച്ചാൽ മതി. മറ്റൊന്നും നമുക്ക് വേണ്ട. കത്താൻ ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? ഓക്സിജൻ ആണ്. കത്താൻ ഉപയോഗിക്കുന്ന വാതകം ഓക്സിജൻ. കത്താൻ സഹായിക്കുന്ന വാതകം, കത്താൻ സഹായിക്കുന്ന വാതകമാണ് ഏത്? ഓക്സിജൻ എന്ന് പറയുന്നത്. കത്താൻ സഹായിക്കുന്ന വാതകം ഓക്സിജൻ. മറന്നു പോവല്ലേ. അങ്ങനെയാണെങ്കിൽ കത്താൻ വായു ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടൊരു ഇത് നമുക്ക് തന്നിട്ടുണ്ട്. ഒരു എക്സ്പെരിമെന്റാ. ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചിരിക്കുന്നു, മറ്റൊരു മെഴുകുതിരി കത്തിച്ചു, ദെൻ അതിന് മുകളിലേക്ക് ഒരു ഗ്ലാസ് എടുത്തു വെച്ചു. അപ്പം ഈ ഗ്ലാസ് കൊണ്ട് മൂടിയ മെഴുകുതിരിക്ക് എന്ത് സംഭവിച്ചു എന്നാണ് ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ്? ഗ്ലാസ് കൊണ്ട് മൂടിക്കഴിഞ്ഞാൽ അവിടെ വേണ്ടത്ര ഓക്സിജൻ കിട്ടുമോ? അവിടെ വേണ്ടത്ര ഓക്സിജൻ ലഭിക്കത്തില്ല അല്ലെ. അങ്ങനെ ലഭിക്കാതെ വരുമ്പോൾ മെഴുകുതിരി എന്ത് ചെയ്യും? അണയും. നമ്മൾ പറഞ്ഞു കത്താൻ സഹായിക്കുന്ന വാതകമാണ്. കത്താൻ സഹായിക്കുന്ന വാതകമാണ് ഓക്സിജൻ. ചോദിച്ചിട്ടുള്ളതാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലെ പോയിന്റ് ആണ്. മറന്നു പോവരുത്. കത്താൻ സഹായിക്കുന്ന വാതകമാണ് ഓക്സിജൻ. അപ്പം ഒരു മെഴുകുതിരിക്കകത്ത് അത് കത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് മുകളിൽ ഒരു ഗ്ലാസ് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവിടെ ആവശ്യമായ ഓക്സിജൻ ലഭിക്കാതെ വരും. അങ്ങനെ ഓക്സിജൻ ലഭിക്കാതെ വന്നാൽ അവിടെ കത്താൻ സാധിക്കുമോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ മെഴുകുതിരി അവിടെ അണയുകയും ചെയ്യും. ക്ലിയർ ആയോ? ക്ലിയർ ആയല്ലോ. അങ്ങനെയാണെങ്കിൽ ഇന്ധനങ്ങൾ അല്ലെങ്കിൽ ഫ്യൂവൽസിന്റെ മറ്റു ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ പറയുന്നത്. നോക്കി, ബസ്, ലോറി, മണ്ണുമാന്തി യന്ത്രം തുടങ്ങിയ വലിയ വാഹനങ്ങളിൽ പൊതുവെ ഡീസലാണ് ഇന്ധനമായി ഉപയോഗിക്കുന്നത്. ഓക്കെ, ഡീസലാണ് ഇന്ധനമായി ഉപയോഗിക്കുന്നത്. എന്നാൽ കാർ, ഓട്ടോറിക്ഷ തുടങ്ങിയ ചെറിയ വാഹനങ്ങളിൽ പെട്രോളും ഡീസലും ഗ്യാസും ഉപയോഗിക്കുന്നുണ്ട്. ഫാക്ടറികളിൽ എന്താ ഉപയോഗിക്കുന്നത്? ഫാക്ടറികളിൽ കൽക്കരി, ഗ്യാസ്, നാഫ്ത തുടങ്ങിയവ ഉപയോഗിക്കുന്നു. വിമാനങ്ങളിലാണെങ്കിലോ
വിമാനങ്ങളിൽ ജെറ്റ് ഫ്യൂവൽ ആണ് ഇന്ധനമായി ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ ഒരു 4 ഇന്ധനം പറഞ്ഞിട്ടുണ്ട്, അവയുടെ ഉപയോഗവും പറഞ്ഞിട്ടുണ്ട്. അതാണ് ഈ ഒരു പാരഗ്രാഫ്. ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ ഒന്നുകൂടെ പറയാം. ബസ്, ലോറി, മണ്ണുമാന്തി യന്ത്രം എന്നിവയിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? ഡീസലാണ്. അപ്പൊ ഡീസൽ ഉപയോഗിക്കുന്ന എവിടേക്കാണ്? ബസ്, ലോറി, മണ്ണുമാന്തി യന്ത്രം എന്നിങ്ങനെയുള്ള വലിയ വാഹനങ്ങളിൽ പൊതുവെ നമ്മൾ ഉപയോഗിക്കുന്നത് ഡീസൽ എന്ന ഇന്ധനമാണ്. കാറ്, ഓട്ടോറിക്ഷ തുടങ്ങിയ ചെറിയ വാഹനങ്ങളിൽ പെട്രോളും ഡീസലും ഗ്യാസും ഉപയോഗിക്കുന്നു. ഫാക്ടറികളിൽ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നത് കൽക്കരി, ഗ്യാസ്, നാഫ്ത ആ പേര് ഓർത്തിരുന്നോളുക. കൽക്കരി, ഗ്യാസ്, നാഫ്ത തുടങ്ങിയവയാണ്. അങ്ങനെയാണെങ്കിൽ വിമാനങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ്? വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ജെറ്റ് ഫ്യൂവൽ ആണ്. ജെറ്റ് ഫ്യൂവൽ ആ പേര് വെച്ച് തന്നെ ഓർത്തിരിക്കാലോ. ജെറ്റ് ഫ്യൂവൽ ആണ് വിമാനങ്ങളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നത്. ക്ലിയർ ആയി? അങ്ങനെയാണെങ്കിൽ ഇതിന്റെയൊക്കെ ഉറവിടം എവിടെ നിന്നാണ്? അടുത്ത പോയിന്റ് അതാ നമ്മൾ പറയുന്നത്. ഇന്ധനം പഠിച്ചു. എന്താണ് ഇന്ധനം? ഇന്ധനം എവിടേക്ക് ഉപയോഗിക്കുന്നു? അങ്ങനെയെങ്കിൽ ഈ ഇന്ധനം എവിടെ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്? നോക്കാം. പെട്രോൾ, ഡീസൽ തുടങ്ങിയവ പെട്രോൾ പമ്പിൽ എത്തുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കണം അല്ലെ. എവിടെ നിന്നാണെന്ന് അറിയാമോ? ഭൂമിക്കടിയിൽ നിന്ന് ലഭിക്കുന്ന ക്രൂഡ് ഓയിൽ സംസ്കരിച്ചാണ് ഇവ ഉണ്ടാകുന്നത്. അപ്പൊ ഇവ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ഭൂമിക്കടിയിൽ നിന്ന് ലഭിക്കുന്ന ക്രൂഡ് ഓയിൽ സംസ്കരിച്ചുണ്ടാകുന്നതാണ് പെട്രോൾ, ഡീസൽ തുടങ്ങിയവ. പെട്രോൾ, ഡീസൽ തുടങ്ങിയ ഇന്ധനങ്ങൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ഭൂമിക്കടിയിൽ നിന്ന് ലഭിക്കുന്ന ക്രൂഡ് ഓയിൽ സംസ്കരിച്ചാണ്. ഇനി ക്രൂഡ് ഓയിൽ എങ്ങനെയാണ് രൂപപ്പെടുന്നത്? നോക്കാം. ലക്ഷക്കണക്കിന് വർഷം മുമ്പ് മണ്ണിനടിയിൽ അകപ്പെട്ടു പോയ ജൈവ വസ്തുക്കളിൽ നിന്നാണ് കൽക്കരി, ക്രൂഡ് ഓയിൽ, പ്രകൃതിവാതകം എന്നിവ ഉണ്ടാകുന്നത്. ക്ലിയർ ആയോ? അപ്പം കൽക്കരി, ക്രൂഡ് ഓയിൽ, പ്രകൃതിവാതകം എന്നിവ ഉണ്ടാകുന്ന എവിടെ നിന്നാണ്? ലക്ഷക്കണക്കിന് വർഷങ്ങൾ മുമ്പ് മണ്ണിനടിയിൽ അകപ്പെട്ടു പോയ ജൈവ വസ്തുക്കളിൽ നിന്ന് കൽക്കരി, ക്രൂഡ് ഓയിൽ, പ്രകൃതിവാതകം എന്നിവ ഉണ്ടാകുന്നു. ഇവയിൽ നിന്ന് ഈ ക്രൂഡ് ഓയിൽ സംസ്കരിച്ചാണ് പെട്രോളും ഡീസലും ഒക്കെ ഉണ്ടാകുന്നത്. അങ്ങനെയാണെങ്കിൽ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനങ്ങളായ പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ എന്നിവയും പാചകത്തിന് ഉപയോഗിക്കുന്ന LPGയും ക്രൂഡ് ഓയിൽ ശുദ്ധീകരിക്കുമ്പോൾ ലഭിക്കുന്ന ഉൽപ്പന്നങ്ങളാണ്. ക്ലിയർ ആയോ? അപ്പം ഉറവിടം എന്ത് എന്ന് പറയുന്ന ആ ഒരു ഭാഗം ക്ലിയർ ആയല്ലോ. എന്തൊക്കെയാ പറഞ്ഞേ? എങ്ങനെയാണ് ക്രൂഡ് ഓയില്, പ്രകൃതിവാതകം, കൽക്കരി ഉണ്ടാകുന്നത്? എങ്ങനെയാണ് ക്രൂഡ് ഓയില്, പ്രകൃതിവാതകം, കൽക്കരി ഈ 3 ഇന്ധനങ്ങൾ ഉണ്ടാകുന്നത്? എങ്ങനെയാണ്? ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മണ്ണിനടിയിൽ അകപ്പെട്ടു പോയ ജൈവ വസ്തുക്കളിൽ നിന്നാണ് ഇവയുണ്ടാകുന്നത്. ക്രൂഡ് ഓയിൽ സംസ്കരിച്ചാണ് എന്തുണ്ടാകുന്നത്? പെട്രോൾ, ഡീസൽ. അതേപോലെ തന്നെ LPG ഒക്കെ കിട്ടുന്നത് എങ്ങനെയാണ്? ക്രൂഡ് ഓയിൽ ശുദ്ധീകരിക്കുമ്പോൾ ലഭിക്കുന്ന ഇന്ധനങ്ങളാണ്. ക്ലിയർ ആയ ഇത്രയും കാര്യങ്ങൾ? അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കൂ. എണ്ണക്കിണറുണ്ട്, എണ്ണ ശുദ്ധീകരണശാലയുണ്ട്, പെട്രോൾ പമ്പ്. ഇവ 3 കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതല്ല വേണ്ടേ. ഇവിടെ നോക്കിയേ. ഡീസൽ, വൈദ്യുതി എന്നിവ പ്രചാരത്തിലാകുന്നതിന് മുമ്പ് തീവണ്ടി, കപ്പൽ തുടങ്ങിയവ ഓടിക്കാനും വ്യവസായശാലകൾ പ്രവർത്തിപ്പിക്കാനും എന്താണ് ഇന്ധനമായി ഉപയോഗിച്ചിരുന്നത്? കൽക്കരിയാണ് കേട്ടോ. കൽക്കരി. ഇപ്പൊ ഡീസലും പെട്രോളും ഒക്കെ വരുന്നതിന് മുമ്പ് ഇന്ധനമായി ഉപയോഗിച്ചിരുന്നത് ഏതാണ്? കൽക്കരിയാണ്. ഇപ്പോൾ താപവൈദ്യുത നിലയങ്ങളിലാണ് കൽക്കരി പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. അപ്പൊ ഇപ്പം കൽക്കരി പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് എവിടെയാണ്? താപവൈദ്യുത നിലയങ്ങളിലാണ്. ജസ്റ്റ് ആ പോയിന്റ് ഒന്ന് ഓർത്തിരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പുതുക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകൾ അല്ലെങ്കിൽ നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ്. എന്താണ് നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ് എന്ന് പറയുന്നത്? ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ജീവിച്ചിരുന്ന ജീവികളുടെ അവശിഷ്ടങ്ങളാണ് ഫോസിൽ ഇന്ധനങ്ങൾ രൂപപ്പെട്ടത്. അറിയാലോ നമ്മൾ പറഞ്ഞു. ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന ജീവികളുടെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് ഫോസിൽ ഇന്ധനങ്ങളെല്ലാം ഉണ്ടായത്. ഇവ ഉപയോഗിക്കുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും?
തീർന്നുകൊണ്ടേയിരിക്കും. ഇവ പിന്നെ പുതുക്കാൻ സാധിക്കുമോ? ഇല്ല. നമുക്ക് ഒന്ന് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും? തീർന്നുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള ഇന്ധനങ്ങളെയാണ് നമ്മൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഊർജ സ്രോതസ്സുകളെയാണ്, പുതുക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകൾ അല്ലെങ്കിൽ നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ് എന്ന് പറയുന്നത്. നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ എന്താണ് നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ് എന്ന് ക്ലിയർ ആയല്ലോ? പെട്രോൾ, ഡീസൽ എന്നിവയെല്ലാം എന്താണ്? നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ് ആണ്. ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് അത് എന്ത് ചെയ്യും? തീർന്നുകൊണ്ടേ ഇരിക്കും. ഓക്കെ ആണല്ലോ? അടുത്ത് നമുക്ക് ഇവിടെ ഒരു ഫ്ലോ ചാർട്ട് ആണ് കൊടുത്തിരിക്കുന്നത്. ഫോസിൽ ഇന്ധനങ്ങൾ നമ്മൾ പറഞ്ഞു. ഫോസിൽ ഇന്ധനങ്ങൾ ഏതൊക്കെയാണ്? പ്രകൃതിവാതകം, ക്രൂഡ് ഓയിൽ, കൽക്കരി. പ്രകൃതിവാതകം, ക്രൂഡ് ഓയിൽ, കൽക്കരി. ഇനി ക്രൂഡ് ഓയിലിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് നമ്മൾ പറഞ്ഞത്? പെട്രോള്, അല്ലേ? പെട്രോള്, ഡീസല്, അതേപോലെ തന്നെ മണ്ണെണ്ണ ഉണ്ടാക്കുന്ന എവിടെ നിന്നാ? ക്രൂഡ് ഓയിലിൽ നിന്നാണ്. എൽ പി ജി നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ? പാചകം ചെയ്യാനുള്ള LPG മണ്ണെണ്ണയും എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ സംസ്കരിക്കുന്നത് ക്രൂഡ് ഓയിൽ ശുദ്ധീകരിക്കുമ്പോൾ ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ ജെറ്റ് ഫ്യൂവൽ എന്നിവയെല്ലാം എവിടെ നിന്നാണ്? നാഫ്ത. നമ്മൾ ഇടയ്ക്ക് പറഞ്ഞില്ലേ നാഫ്ത, അതേപോലെ തന്നെ പാരഫിൻ, പിന്നെ ബിറ്റുമിൻ, ഇവയെല്ലാം എവിടെ നിന്നാണ്? ക്രൂഡ് ഓയിൽ സംസ്കരിച്ച് ഉണ്ടാകുന്നതാണ്. അപ്പൊ ഈ ഒരു ഫ്ലോ ചാർട്ട് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം. ക്ലിയർ ആയല്ലോ? അങ്ങനെയാണെങ്കിൽ അടുത്ത പറയുന്നത് ഇന്ധനങ്ങളുടെ വ്യത്യസ്ത രൂപങ്ങളാണ്. പലതരം ഇന്ധനങ്ങളെ പറ്റി നമ്മൾ മനസ്സിലാക്കി അല്ലെ? ഏതൊക്കെയാ? പെട്രോള്, മണ്ണെണ്ണ, ഡീസല്, വിറക്, അങ്ങനെ ഒരുപാട്. ജെറ്റ് ഫ്യൂവൽ, നാഫ്ത, കൽക്കരി, LPG എന്നിങ്ങനെയെല്ലാം നമ്മൾ കണ്ടെത്തി. ഇനി ഇവയിൽ ഏതാണ് ഖരം, ദ്രാവകം, വാതകം? അപ്പൊ നോക്കി, വിറക് എന്താണെന്ന് നമുക്കറിയാം. വിറക് എപ്പോഴും ഖരമാണ് അല്ലെ? അപ്പം വിറക് എവിടെയാണ് വരുന്നത്? ഖരത്തിലാണ് വരുന്നത് വിറക്. അടുത്തതുണ്ടല്ലോ മണ്ണെണ്ണ എന്താണ്? മണ്ണെണ്ണ ഖരമായിട്ടാണോ ഇരിക്കുന്നത്? അല്ല. വാതകമായിട്ടാണോ? അല്ല. അപ്പം പിന്നെ ഏതാണ്? ദ്രാവകമാണ്, അല്ലെങ്കിൽ ലിക്വിഡ് സ്റ്റേറ്റ് ആണ്. അപ്പൊ മണ്ണെണ്ണ എവിടെ വരും? ദ്രാവകത്തിൽ വരുന്നതാണ് മണ്ണെണ്ണ. അടുത്ത നമുക്ക് കൊടുത്തിരിക്കുന്ന ഡീസൽ ആണ് അല്ലെ? ഡീസൽ എവിടെയാണ് വരുന്നത്? അതും ദ്രാവകത്തിലാണ് അല്ലെ? ഡീസൽ വരുന്നത് ദ്രാവകത്തിലാണ്. പെട്രോൾ എവിടെയാ വരുന്നത്? പെട്രോളും ദ്രാവകത്തിലാണ് അല്ലെ? പെട്രോള്. ദെൻ ജെറ്റ് ഫ്യൂവൽ വരുന്ന എവിടെയാണ്? ജെറ്റ് ഫ്യൂവലും ദ്രാവകമാണ് കേട്ടോ. ജെറ്റ് ഫ്യൂവലും ദ്രാവകമാണ്. അടുത്ത നാഫ്ത വരുന്നുണ്ട്. നാഫ്ത എന്താണെന്ന് അറിയാമോ? വാതകമാണ് കേട്ടോ. ഗ്യാസ് ആണ്, ഗേഷ്യസ് സ്റ്റേറ്റ് ആണ് നാഫ്ത. അപ്പം വാതകത്തിനകത്ത് വരുന്നതാണ് എന്ത്? നാഫ്ത. ദെൻ കൽക്കരി എന്തിനകത്താണ് വരുന്നത്? നമുക്കറിയാം കൽക്കരി എങ്ങനെയാണ്? ഖരരൂപത്തിലാണ്. അപ്പം കൽക്കരി വരുന്നത് എവിടെയാണ്? ഖരത്തിനകത്താണ് കൽക്കരി വരുന്നത്. കൽക്കരി ഖരത്തിലാണ് വരുന്നത്. അങ്ങനെയെങ്കിൽ അടുത്തതാണ് LPG എന്താണ്? എല്ലാവർക്കും അറിയാവുന്ന കാര്യം. നമ്മൾ പറയല്ലേ ഗ്യാസ് പോകുന്നുണ്ടെന്ന് തോന്നുന്നു. എന്താ? അത് ഗേഷ്യസ് ആണ്. നമ്മൾ LPG ആണ് പോകുന്നുണ്ടെന്ന് തോന്നുന്നെന്ന് പറയുന്നതിന് വരെ നമ്മൾ ഗ്യാസ് പോകുന്നുണ്ടെന്നാ തോന്നുന്നത് അല്ലെ? അങ്ങനല്ലേ പറയുന്നത്? അപ്പം ഗ്യാസ് ആണ് LPG അല്ലെ? അപ്പം വാതകത്തിനകത്താണ് LPG വരുന്നത് വാതകമാണ്. അപ്പൊ CNG വരുന്നത് എവിടെയാണ്? വാതകത്തിലാണ് CNG വരുന്നത്. പ്രകൃതി വാതകങ്ങളെല്ലാം എന്താണ്? വാതകത്തിലാണ് വരുന്നത്. പ്രകൃതി വാതകങ്ങളെല്ലാം എവിടെയാണ് വരുന്നത്? അതെല്ലാം വാതകത്തിലാണ്. അതേപോലെ കരി എവിടെയാ വരുന്നേ? ഖരത്തിലാണ്. കോക്ക് വരുന്ന എവിടെയാണ്? ഖരത്തിലാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്തിരിക്കാം. ക്ലിയർ ആയല്ലോ? അങ്ങനെയാണെങ്കിൽ അടുത്ത നോക്കൂ. കാലക്രമത്തിൽ തീവണ്ടിയുടെ ഇന്ധന ഉപയോഗത്തിൽ വന്ന മാറ്റം. ആദ്യം കൽക്കരി തീവണ്ടിയായിരുന്നു, ദെൻ ഡീസൽ തീവണ്ടിയായി, ഇപ്പോൾ അതെന്തായി? വൈദ്യുത തീവണ്ടിയായി അല്ലെ? നമ്മൾ കണ്ടിട്ടുണ്ട് ട്രെയിനിന്റെ മുകളിലോട്ടൊരു സാധനം, അതെവിടെ പോകും? ആ ലൈനിൽ തട്ടിക്കൊണ്ട് പോകുന്നതൊക്കെ നമുക്ക് കാണാം. അപ്പം ആദ്യം കൽക്കരി തീവണ്ടിയാണ്, രണ്ടാമത് ഡീസൽ തീവണ്ടി, 3 വൈദ്യുത തീവണ്ടിയായി. അപ്പം നോക്കി, വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന തീവണ്ടികളാണ് ഇപ്പോൾ കൂടുതലുള്ളത്. ഇന്ധനങ്ങൾക്ക് പകരം ഉപയോഗിക്കുന്ന ഒരു ഊർജ രൂപമാണ് ഇത് വൈദ്യുതി. അപ്പം വൈദ്യുതി ഇല്ലാത്ത ജീവിതം നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കില്ല അല്ലെ? അപ്പൊ എങ്ങനെയാണ് വൈദ്യുതി ഉണ്ടാക്കുന്നത് എന്നാണ് നമ്മൾ പറയുന്നത്. വൈദ്യുതി ഉണ്ടാക്കാൻ പല രൂപങ്ങളുണ്ട്. അതിലെ വിവിധ രീതികളാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അതിൽ ഒന്നാണ് ജലവൈദ്യുതി അല്ലെങ്കിൽ ഹൈഡ്രോ ഇലക്ട്രിസിറ്റി.
ഒരു കാര്യം പറയാം, നമ്മൾ ഈ ജലവൈദ്യുതി അല്ലെങ്കിൽ ഹൈഡ്രോ ഇലക്ട്രിസിറ്റി പറയുമ്പോൾ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് പഠിക്കാൻ. പക്ഷേ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഈ അഞ്ചാം ക്ലാസ്സിലെ ആറാമത്തെ ചാപ്റ്ററിൽ എന്താണോ കൊടുത്തിരിക്കുന്നത് അത് മാത്രമേ നമ്മൾ പഠിച്ചു പോകുന്നുള്ളൂ. ആ ബേസ് നിങ്ങളൊന്ന് കൃത്യമായിട്ട് പഠിക്കാം. കാരണം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ എല്ലാം കൂടി നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകും. അതിന്റെ ആവശ്യമില്ല. ഇപ്പോൾ ഈ തന്നിരിക്കുന്ന കാര്യങ്ങൾ ഇനി വരുന്ന ചാപ്റ്റേഴ്സിൽ ഇതിനേക്കാൾ എക്സ്പാൻഡഡ് ഫോംസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അത് അവിടെ പഠിക്കും. ഇപ്പോൾ ഇതിനകത്ത് എന്താണോ കൊടുത്തിരിക്കുന്നത് അത് മാത്രം നിങ്ങൾ പഠിച്ചു വെക്കുക. എന്താണ് ജലവൈദ്യുതി അല്ലെങ്കിൽ ഹൈഡ്രോ ഇലക്ട്രിസിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കെട്ടി നിർത്തിയ ജലത്തിന്റെ ഊർജം ഉപയോഗപ്പെടുത്തിയാണ് ജലവൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പം ജലവൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് എങ്ങനെയാണ്? നമുക്കറിയാം, ഡാമുകൾ അല്ലെ. കെട്ടി നിർത്തിയ ജലം എവിടാ? ഡാമുകളിലാണല്ലോ. അപ്പൊ ഈ കെട്ടി നിർത്തിയ ജലത്തിന്റെ ഊർജം, അതിന്റെ എനർജി ഉപയോഗപ്പെടുത്തിയാണ് ജലവൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. അതിനുവേണ്ടി വെള്ളത്തെ അണക്കെട്ടുകളിൽ തടഞ്ഞു നിർത്തുന്നു. ഇത് ആവശ്യാനുസരണം താഴേക്ക് പതിപ്പിച്ച് വലിയ ടർബൈനുകൾ കറക്കി ജനറേറ്റർ പ്രവർത്തിപ്പിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കണം. പക്ഷെ ഇപ്പോൾ നിങ്ങൾ ഇത്ര ഓർത്തിരുന്നാൽ മതി. എങ്ങനെയാണ് ജലവൈദ്യുതി ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ജലവൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ഒന്നാമത്തെ പോയിന്റ് കെട്ടി നിർത്തിയ വെള്ളം, കെട്ടി നിർത്തിയ ജലം. ഓർത്തോളുക, ഒന്നാമത്തെ പോയിന്റ് ഇതാണ്. കെട്ടി നിർത്തിയ ജലത്തിനാണ് അല്ലെങ്കിൽ കെട്ടി നിർത്തിയ ജലത്തിന്റെ ഊർജ ഉപയോഗപ്പെടുത്തിയാണ്, എനർജി ഉപയോഗപ്പെടുത്തിയാണ്. ഓക്കെ, കെട്ടി നിർത്തിയ ജലത്തിന്റെ എനർജി ഉപയോഗപ്പെടുത്തിയാണ് ജലവൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. രണ്ടാമത്തെ പോയിന്റ്, അതിനുവേണ്ടി വെള്ളത്തെ നമ്മൾ എന്ത് ചെയ്യും? അണക്കെട്ടുകളിൽ തടഞ്ഞു നിർത്തും. അണക്കെട്ടുകളിൽ ജലം തടഞ്ഞു നിർത്തും. അടുത്ത പോയിന്റ് വരുന്നത്, ഇത് ആവശ്യാനുസരണം താഴേക്ക് പതിപ്പിച്ച് എവിടെയാണ്? ടർബൈനുകൾ കറക്കി പിന്നെ ജനറേറ്റർ അല്ലെ, ജനറേറ്റർ പ്രവർത്തിപ്പിച്ച് എന്തുണ്ടാക്കുന്നു? ജനറേറ്റർ പ്രവർത്തിപ്പിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. ജനറേറ്റർ പ്രവർത്തിപ്പിച്ച് വൈദ്യുതി, ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. ഈ പോയിന്റ് ഇത്രയൊന്ന് ഓർത്തിരുന്നാൽ മതി. ഒന്നാമത്തെ പോയിന്റ് ഹൈഡ്രോ ഇലക്ട്രിസിറ്റി പറയുമ്പോൾ ഒന്നാമത്തെ പോയിന്റ് ഓർത്തിരിക്കുക. കെട്ടി നിർത്തിയ ജലത്തിന്റെ ഊർജം ഉപയോഗപ്പെടുത്തിയാണ് ജലവൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. രണ്ടാമത്തത്, കെട്ടി നിർത്തിയ വെള്ളം എവിടെയാണ് സൂക്ഷിക്കുന്നത്? അണക്കെട്ടുകളിൽ സൂക്ഷിക്കും. then ഇത് ആവശ്യാനുസരണം താഴേക്ക് പതിപ്പിച്ച് വലിയ ടർബൈനുകൾ കറക്കി ജനറേറ്റർ പ്രവർത്തിപ്പിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. ഇത്രയും പോയിന്റ്, ഈ 3 പോയിന്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെയാണ് നമ്മൾ പറഞ്ഞു ജലവൈദ്യുതി, ജലത്തിലൂടെ വൈദ്യുതി എങ്ങനെയാ ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു, ഹൈഡ്രോ ഇലക്ട്രിസിറ്റി. ഇനി രണ്ടാമത്തത്, കാറ്റിൽ നിന്നും വൈദ്യുതി എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? കാറ്റിൽ നിന്നും വൈദ്യുതി എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? നോക്കിയേ, കാറ്റാടി പാടമൊക്കെ കണ്ടോ? കാറ്റിന് വസ്തുക്കളെ ചലിപ്പിക്കാനുള്ള കഴിവുണ്ട്. ഈ കഴിവ് ഉപയോഗപ്പെടുത്തി നമുക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. ഇതിനുള്ള ഉപകരണമാണ് കാറ്റാടി യന്ത്രം അഥവാ വിൻഡ് മിൽ എന്ന് പറയുന്നത്. അല്ലെ, കാറ്റിന് വസ്തുക്കളെ ചലിപ്പിക്കാനുള്ള കഴിവുണ്ട്. ഈ ഒരു കഴിവ് ഉപയോഗപ്പെടുത്തി അല്ലെങ്കിൽ ഈ ഒരു ഊർജം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. എങ്ങനെയാണ്? വിൻഡ് മില്ലിന്റെ പങ്കകൾ, ഏതാണ് പങ്കകൾ? ദാ ഈ ഇരിക്കുന്നത് കണ്ടോ, ഇതൊക്കെയാണ് പങ്കകൾ. ഇതാണ് പങ്കകൾ. ഈ പങ്കകൾ കറങ്ങുമ്പോൾ അതുമായി ബന്ധപ്പെടുത്തിയ ടർബൈൻ എന്ത് ചെയ്യും? കറങ്ങും. ഈ ഊർജം ഉപയോഗിച്ച് ജനറേറ്റർ പ്രവർത്തിപ്പിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കും. ഹൈഡ്രോ ഇലക്ട്രിസിറ്റിയിലായിരുന്നെങ്കിൽ അണക്കെട്ടുകളിൽ വെള്ളം തടഞ്ഞു നിർത്തി ആവശ്യാനുസരണം താഴേക്ക് പതിപ്പിച്ച് ടർബൈനുകളിലൂടെ ജനറേറ്റർ പ്രവർത്തിപ്പിച്ച് വൈദ്യുതി ഉണ്ടാക്കുന്നു. ഇവിടെ കാറ്റിന്റെ കാര്യം വരുമ്പോൾ കാറ്റിലൂടെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, വിൻഡ് മില്ലിന്റെ പങ്കകൾ കറങ്ങുമ്പോൾ അതുമായി ബന്ധപ്പെടുത്തിയ ടർബൈനുകളും എന്ത് ചെയ്യും? കറങ്ങും. ഇങ്ങനെ കറങ്ങി ജനറേറ്റർ പ്രവർത്തിപ്പിക്കും. ഇങ്ങനെ ജനറേറ്റർ പ്രവർത്തിപ്പിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കും. ക്ലിയർ ആയോ? അങ്ങനെയെങ്കിൽ കേരളത്തില് രാമക്കൽമേട്, കഞ്ചിക്കോട്, അട്ടപ്പാടി എന്നിവിടങ്ങളിൽ കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംവിധാനങ്ങളുണ്ട്. ഈ കാറ്റാടിപ്പാടം ഉണ്ട്. ഓക്കെ ആണേ? ക്ലിയർ ആയേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ റെഗുലർ ബാച്ചില് വീഡിയോ ക്ലാസ്സസ്, PDF നോട്ട്സ്, മൈക്രോ നോട്ട്സ്, മാജിക് മന്ത്ര, ദെൻ എല്ലാ ദിവസവും കൃത്യം 9 മണിക്ക് പോൾ വർക്കൗട്ട് എക്സാം നടക്കുന്നുണ്ട്.
എല്ലാവരും അറ്റൻഡ് ചെയ്യുക. ദെൻ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. അങ്ങനെയെങ്കിൽ നോക്കിയേ, മനുഷ്യൻ പണ്ട് മുതലേ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഊർജ രൂപമാണ് എന്ത്? കാറ്റെന്ന് പറയുന്നത്. സമുദ്രങ്ങളിലൂടെയും നദികളിലൂടെയുമുള്ള യാത്രയ്ക്ക് കാറ്റിന്റെ ശക്തി ഉപയോഗിച്ചിരുന്നു. കൊടുങ്കാറ്റിന് വളരെയധികം ഊർജമുള്ളതിനാൽ ഇവ കടുത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും. ഇന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പിലൂടെ ഇത്തരം കാറ്റുകളുടെ സാധ്യത മുൻകൂട്ടി അറിയാനും മുന്നറിയിപ്പുകൾക്കനുസരിച്ച് മുൻകരുതലുകൾ എടുത്ത് അപകടങ്ങളും നാശനഷ്ടങ്ങളും കുറയ്ക്കാനുമാവും. അതവിടെ നിൽക്കട്ടെ, നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. എങ്ങനെയാണ് കാറ്റിൽ നിന്ന് അല്ലെങ്കിൽ വിൻഡ് മില്ലിൽ നിന്ന് എങ്ങനെയാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്, അണക്കെട്ടുകളിൽ നിന്ന് എങ്ങനെയാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്, അങ്ങനെയാണ് നമ്മൾ വൈദ്യുതി എങ്ങനെയാണ് രണ്ട് രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അടുത്തതാണ് സൂര്യപ്രകാശത്തിൽ നിന്ന് ഊർജം. സൗരോർജത്തിലെ താപം ഉപയോഗപ്പെടുത്തുന്ന ഉപകരണങ്ങളാണ് എന്ത്? സോളാർ കുക്കറുകളും സോളാർ വാട്ടർ ഹീറ്ററുകളും. അറിയാലോ, സൗരോർജം അല്ലെങ്കിൽ സൂര്യപ്രകാശത്തിന്റെ താപം ഉപയോഗപ്പെടുത്തുന്ന ഉപകരണങ്ങളാണ് ഇത്? സോളാർ കുക്കർ, സോളാർ വാട്ടർ ഹീറ്റർ, കണ്ടല്ലോ അവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. സോളാർ കാൽക്കുലേറ്റർ, അതേപോലെ വഴിയോര ലൈറ്റുകൾ, ലാമ്പുകൾ എന്നിവയെല്ലാം സൗരോർജത്തിലെ താപം ഉപയോഗപ്പെടുത്തി ഉപകരണങ്ങൾ ആണ്. അങ്ങനെയാണെങ്കിൽ നോക്കി, സൗരോർജ പാനലിലുള്ള സൗരോർജ സെല്ലിൽ സൂര്യപ്രകാശം പതിക്കുമ്പോഴാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അപ്പൊ ഇവിടെ എങ്ങനെയാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്? സൗരോർജ പാനലിലുള്ള, ഇതാണ് സൗരോർജ സെല്ല്. കണ്ടോ, ഈ ഓരോ ഘട്ട വീതമുള്ളതാണ് സൗരോർജ സെല്ല്. ഈ സൗരോർജ സെല്ലില് സൂര്യപ്രകാശം വന്ന് പതിക്കും. അങ്ങനെ സൂര്യപ്രകാശം പതിക്കുമ്പോൾ അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടും? വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടും. ഇനി നമുക്കിവിടെ വേണ്ടുന്ന ഒരു കാര്യമാണ് കൊച്ചിൻ എയർപോർട്ട്. SCERT ടെക്സ്റ്റ് ബുക്കിലെ ഉള്ളതാണ്, പഠിച്ചു വെച്ചോളുക. പൂർണ്ണമായും സൗരോർജം കൊണ്ട് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കൊച്ചിയിലെ വിമാനത്താവളമാണ്. കൊച്ചിൻ എയർപോർട്ടാണ് പൂർണ്ണമായിട്ടും സൗരോർജം കൊണ്ട് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളം. ഈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ മുഴുവൻ പ്രവർത്തനങ്ങൾക്കും ആവശ്യമുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് സൗരോർജ പാനലുകൾ ഉപയോഗിച്ചാണ്. അപ്പോൾ കൊച്ചിൻ എയർപോർട്ടിന്റെ പ്രത്യേകത ഓർത്തിരിക്കുക. ലോകത്തിലെ ആദ്യത്തെ സൗരോർജം കൊണ്ട് പ്രവർത്തിക്കുന്ന വിമാനത്താവളമാണ്. കൊച്ചിൻ എയർപോർട്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പം കൊച്ചിൻ എയർപോർട്ടിന്റെ പ്രത്യേകത ഒന്ന് ഓർത്തിരുന്നോളെ. അങ്ങനെയാണെങ്കിൽ അടുത്ത് നമ്മൾ പറയുന്നത് വൈദ്യുത വാഹനങ്ങളാണ്. നമുക്കറിയാം, പച്ച നമ്പർ പ്ലേറ്റോട് കൂടിയ, അല്ലെ, പച്ച നിറത്തിലുള്ള നമ്പർ പ്ലേറ്റോട് കൂടിയ വാഹനങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവയാണ് എന്തെന്ന് പറയുന്നത്? വൈദ്യുത വാഹനങ്ങൾ, ഇലക്ട്രിക് വാഹനങ്ങൾ എന്ന് നമ്മൾ പറയും. ഇലക്ട്രിക് വാഹനങ്ങൾ. ഈ ഇലക്ട്രിക് വാഹനങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഇലക്ട്രിക് വാഹനങ്ങളുടെ പ്രത്യേകത എന്താ? പച്ച നിറത്തിലോടുള്ള നമ്പർ പ്ലേറ്റ് ആണോ? അല്ല, അത് മലിനീകരണം എന്ത് ചെയ്യും? കുറയ്ക്കും, അല്ലെ? പെട്രോൾ ഡീസൽ ഒക്കെ ആകുമ്പോൾ അവിടെ മലിനീകരണം, വായു മലിനീകരണം ഭയങ്കരമായിട്ട്, എയർ പൊല്യൂഷൻ ഭയങ്കരമായിട്ട് കൂടും. പക്ഷെ ഇലക്ട്രോണിക് വാഹനങ്ങളാണ് എങ്കിൽ അവിടെ മലിനീകരണം കുറയുന്നു. മലിനീകരണം കുറവ്. ഓർത്തോളണേ, മലിനീകരണം കുറവ്. എഴുതി തന്നെ പൊയ്ക്കോളൂ കേട്ടോ. മലിനീകരണം കുറവാണ് അവിടെ. അടുത്തത്, ഇത് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരുന്നാൽ മതി, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ജസ്റ്റ് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ശബ്ദക്കുറവാണ് കേട്ടോ. നമ്മുടെ മറ്റു വാഹനങ്ങളുടെ കൂട്ടി ശബ്ദമില്ല. ശബ്ദം എന്താണ്? കുറവാണ്. അതുകൊണ്ട് തന്നെ സൗണ്ട് പൊല്യൂഷൻ അല്ലെങ്കിൽ ശബ്ദ മലിനീകരണം എന്ത് ചെയ്യും? കുറയും. വൈദ്യുത വാഹനങ്ങൾ ഉപയോഗിക്കുന്നതോടുകൂടി മലിനീകരണം കുറയും, ശബ്ദ മലിനീകരണം കുറയും. കാരണം ഇതിനെന്താണ്? ശബ്ദം കുറവാണ്. പിന്നെ ചെലവ്, അല്ലെ? പെട്രോളും ഡീസലും അടിക്കണമെങ്കിൽ ഭയങ്കര ചെലവാണ്, നമുക്ക് ഒരുപാട് പൈസ വേണം. പക്ഷേ ഇലക്ട്രിക് വാഹനങ്ങളാണ് എങ്കിൽ സൗരോർജത്തിലല്ലേ വർക്ക് ചെയ്യുന്നത്, ഇലക്ട്രിസിറ്റി വഴിയല്ലേ, വൈദ്യുതി വഴിയല്ലേ. അപ്പം അവിടെ എന്താണ്? ചെലവ് കുറവാണ്. ചെലവ് കുറവ്. ദെൻ പരിപാലന ചെലവിലെ കുറവ്, അല്ലെ? നമുക്ക് പരിപാലനം ചെയ്യാനും അത് എളുപ്പമാണ്. ദെൻ സൗരോർജം ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ചാർജ് ചെയ്യാൻ സാധിക്കും. ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നോളുക വൈദ്യുത വാഹനങ്ങളുമായി ബന്ധപ്പെട്ട്.
നമ്മൾ മുമ്പേ നോൺ റിന്യൂവബിൾ അല്ലെങ്കിൽ പുതുക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകൾ പറഞ്ഞിരുന്നു അല്ലെ. കൽക്കരി, പെട്രോള്, ഡീസല് എന്നിവയെല്ലാം, പ്രകൃതിവാതകം, കൽക്കരി എല്ലാം എന്താണ്, ക്രൂഡ് ഓയിൽ എല്ലാം എന്താണ്, നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ് ആണ്, അല്ലെങ്കിൽ പുതുക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകളാണ്. എന്നാൽ സൂര്യപ്രകാശം, കാറ്റ്, തിരമാല, കാരണം ഇതെന്താ, ഇതൊക്കെ വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പൊ സൂര്യപ്രകാശം, കാറ്റ്, തിരമാല എന്നിവയെല്ലാം എന്താണ്, പുതുക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകളാണ്. അതാണ് പറയുന്നത്. സൂര്യപ്രകാശം, കാറ്റ്, തിരമാല തുടങ്ങിയവ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നതനുസരിച്ച് അവ തീർന്നു പോകുന്നുണ്ടോ? ഇല്ല, അവ തീർന്നു പോകുന്നവയല്ല. ഇവ പുതുക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകൾ അല്ലെങ്കിൽ റിന്യൂവബിൾ എനർജി സ്രോതസ് അല്ലെങ്കിൽ എനർജി സോഴ്സസ് എന്നറിയപ്പെടുന്നു. ഈ ഊർജ സ്രോതസ്സുകൾക്ക് വായു മലിനീകരണം ഉണ്ടാകുന്നില്ല. അപ്പൊ പോയിന്റ് പഠിച്ചു വെച്ചോളുക. നോൺ റിന്യൂവബിൾ ആണ് എങ്കിൽ അത് എന്ത് ചെയ്യും, ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നു പോയിക്കൊണ്ടിരിക്കും, വായു മലിനീകരണം ഉണ്ടാകും. എന്നാൽ റിന്യൂവബിൾ സോഴ്സസ് ആണെങ്കിൽ, റിന്യൂവബിൾ എനർജി സോഴ്സസ് അല്ലെങ്കിൽ പുതുക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകളാണെങ്കിൽ അവ തീർന്നു പോകുന്നില്ല, മലിനീകരണം, വായു മലിനീകരണവും ഉണ്ടാകുന്നില്ല. അതിനുദാഹരണമാണ്, പുതുക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകൾക്ക് ഉദാഹരണമാണ് സൂര്യപ്രകാശം, കാറ്റ്, തിരമാല എന്നിവ. ചോദിച്ചിട്ടുണ്ട് കേട്ടോ, താഴെ പറയുന്നവയിൽ നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ് ഏതാണ്, അല്ലെങ്കിൽ താഴെ പറയുന്നവയിൽ റിന്യൂവബിൾ എനർജി സോഴ്സസ് ഏതാണ് ചോദിച്ചിട്ടുള്ളതാണ്. പ്രീവിയസ് ഇയർ ചോദ്യമാണ്, പഠിച്ചു ഇരുന്നോളുക കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത് നമ്മൾ പറയുന്നത് ബയോഗ്യാസ് ആണ്. ബയോഗ്യാസ് എന്താണ്? പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ജൈവ മാലിന്യങ്ങളിൽ നിന്ന് ഇന്ധനം ഉണ്ടാക്കാൻ സാധിക്കും അല്ലെ. നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഒരുപാട് ഉണ്ടാക്കുന്ന ഒരുപാട് ജൈവ മാലിന്യങ്ങളുണ്ട് അല്ലെ. അങ്ങനെ ഉള്ള ജൈവ മാലിന്യങ്ങളിൽ നിന്ന് നമുക്ക് എന്തുണ്ടാക്കാം, ഇന്ധനം ഉണ്ടാക്കാൻ സാധിക്കും. ഇങ്ങനെ ഉണ്ടാക്കുന്ന വാതക ഇന്ധനമാണ് ബയോഗ്യാസ് എന്ന് പറയുന്നത്. ബയോഗ്യാസ്. അപ്പൊ ബയോഗ്യാസ് എന്താണെന്ന് ക്ലിയർ ആയോ? എന്താണ് ബയോഗ്യാസ് എന്ന് പറയുന്നത്? പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ജൈവ മാലിന്യങ്ങളിൽ നിന്ന് ഇന്ധനം ഉണ്ടാക്കാം. ഇങ്ങനെ ഉണ്ടാകുന്ന വാതക ഇന്ധനമാണ് ബയോഗ്യാസ് എന്ന് പറയുന്നത്. ബയോഗ്യാസ്. ഇനി ബയോഗ്യാസിന്റെ ഉപയോഗങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ, പുതുക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സാണ്, റിന്യൂവബിൾ എനർജി സോഴ്സ് ആണ്, ഹരിതഗ്രഹ വാതകങ്ങൾ പുറന്തള്ളുന്നില്ല, ജൈവ മാലിന്യങ്ങളെ ഇന്ധനമാക്കി മാറ്റുന്നു, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല, വളം ലഭ്യത, മാലിന്യ നിർമ്മാർജ്ജനം. ഓർത്തിരുന്നോളുക, ബയോഗ്യാസിന്റെ ഉപയോഗങ്ങളാണ്. അങ്ങനെയെങ്കിൽ താഴെ നൽകിയിരിക്കുന്ന മാർഗങ്ങളും ഊർജോൽപാദനത്തിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഏതൊക്കെയാണ്? ഡീസൽ, കൽക്കരി, താപനിലയങ്ങൾ, തിരമാലയിൽ നിന്നുള്ള ഊർജം, ഭൂതാപോർജം, അണുശക്തി എന്നിവ. അത് ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കിയിരുന്നാൽ മതി. അടുത്ത് നമുക്ക് വേണ്ടുന്നത് ചൂടാറാപ്പെട്ടി. എന്താണ് ചൂടാറാപ്പെട്ടി എന്ന് ചോദിച്ചാൽ, ഇന്ധന ഉപഭോഗം കുറയ്ക്കാനുള്ള ഒരു മാർഗം ഊർജ നഷ്ടം തടയലാണ് അല്ലെ. ഇന്ധനം നമുക്ക് കുറയ്ക്കണം, അല്ലെങ്കിൽ ഇന്ധന ഉപഭോഗം കുറയ്ക്കണമെങ്കിൽ ഊർജ നഷ്ടം തടയണം. ഭക്ഷണത്തിന്റെ ചൂട് നഷ്ടപ്പെടാതെ സൂക്ഷിക്കാനും പാതി വെന്ത ഭക്ഷണം പൂർണ്ണമായി വെന്ത് കിട്ടാനും ഉപയോഗിക്കുന്ന വളരെ ലളിതമായ ഒരു ഉപകരണമാണ് ചൂടാറാപ്പെട്ടി. ചൂട് പുറത്തു പോകാതെ തടഞ്ഞു നിർത്തിയാണ് ഇവിടെ ഊർജം ലഭിക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, ഇവിടെ ഇരിക്കുന്ന ഊർജം എന്ത് ചെയ്യുന്നില്ല, പുറത്തേക്ക് പോകുന്നില്ല, അവിടെ തന്നെ ഊർജ നഷ്ടം അവിടെ ഉണ്ടാകുന്നില്ല. അത്രയും ഒന്ന് ഓർത്തിരുന്നാൽ മതി. അതിന് ഉദാഹരണമാണ് ചൂടാറാപ്പെട്ടി. അടുത്തത് ഭാവിയുടെ ഇന്ധനങ്ങൾ അല്ലെ. നോക്കൂ, ഫോസിൽ ഇന്ധനങ്ങളുടെ വിവിധ ഉപയോഗങ്ങൾ മനസ്സിലാക്കി. എന്നാൽ ഇവയ്ക്ക് പരിമിതികളുണ്ടോ? പരിമിതികളുണ്ട്. അതിലൊന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്, ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നു പോകും അല്ലെ. ഡീസൽ ആയാലും പെട്രോൾ ആയാലും അതെല്ലാം നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ് ആണ്. ഉപയോഗിക്കുന്നതിനനുസരിച്ച് അത് എന്ത് ചെയ്യും, തീർന്നു പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നു പോകുന്നു. രണ്ടാമത്തത് അതെന്ത് ചെയ്യുന്നു, വായു മലിനീകരണം ഉണ്ടാക്കുന്നു. നമ്മൾ പറഞ്ഞതാണ് വായു മലിനീകരണം. വായു മലിനീകരണം ഉണ്ടാക്കുന്നു. ദെൻ ഹരിതഗ്രഹ പ്രഭാവമായ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നു. ഈ പരിമിതികൾ ഇല്ലാത്ത ഊർജ സ്രോതസ്സുകളാണല്ലോ ഏതൊക്കെ? സൂര്യപ്രകാശം, കാറ്റ്, തിരമാല തുടങ്ങിയവ. എന്നാൽ എല്ലായിടത്തും എല്ലാ കാലവും ഒരേപോലെ സൂര്യപ്രകാശം ലഭിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടോ? ഇല്ല. അതൊക്കെ ജസ്റ്റ് വേണ്ടുന്ന കാര്യങ്ങൾ ആണോ എന്ന് ചോദിച്ചാൽ ഇവിടെ ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഈ പരിമിതികള് ഇവയിൽ നിന്ന് എപ്പോഴും ഒരേ അളവിൽ ഊർജം ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് സൂര്യപ്രകാശത്തിൽ നിന്നോ കാറ്റിൽ നിന്നോ തിരമാലയിൽ നിന്നോ എല്ലാം എപ്പോഴും ഒരേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഊർജം ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കില്ല. അങ്ങനെ ഈ പരിമിതികൾ മറികടക്കുന്ന പുതിയ ഊർജ സ്രോതസ്സുകൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ശാസ്ത്രലോകം. ഹൈഡ്രജൻ,
ജൈവ ഡീസൽ എന്നിവ ഇത്തരത്തിലുള്ള പ്രതീക്ഷ നൽകുന്ന ഇന്ധനങ്ങളാണ്. അപ്പൊ ഫോസിൽ ഇന്ധനങ്ങളുടെ പുനരുപയോഗം സാധ്യതയുള്ള ഇന്ധനങ്ങളുടെയും പരിമിതികൾ മറികടക്കാൻ വേണ്ടി ശാസ്ത്രലോകം പുറത്തേക്ക് പ്രതീക്ഷ നൽകുന്ന ഇന്ധനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഹൈഡ്രജൻ, ജൈവ ഡീസൽ എന്നിവയാണ് എന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ക്ലിയർ ആയോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞു പോയതാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് പഠിച്ചു വെച്ചിരുന്നാൽ മതി. ക്ലിയർ ആയല്ലോ ഇത്രയും കാര്യങ്ങൾ. അപ്പൊ ഇന്ധനങ്ങൾ എന്താണ്, എനർജി എന്താണ്, ഇന്ധനങ്ങൾ ഏതൊക്കെയാണ്. ദെൻ നമ്മൾ പഠിച്ചത് റിന്യൂവബിൾ എനർജി സോഴ്സസ്, നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ്. ദെൻ നെക്സ്റ്റ് വൺ നമ്മൾ പഠിച്ചത് വൈദ്യുതി എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്, അല്ലെ കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്, ഹൈഡ്രോ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ജലവൈദ്യുതി. ദെൻ സൗരോർജം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ, ബയോഗ്യാസ്, ചൂടാറാപ്പെട്ടി എന്നിവയാണ് നമ്മൾ പഠിച്ചത്. കൊച്ചിൻ എയർപോർട്ട് മറന്നു പോകരുത്. ലോകത്തിലെ ആദ്യത്തെ സൗരോർജ വിമാനത്താവളമാണ് കൊച്ചിൻ എയർപോർട്ട്. ക്ലിയർ ആയി? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവരും കൃത്യമായിട്ട് പഠിക്കുക. അടുത്ത ക്ലാസ്സിന് മുമ്പ് എക്സാം ഉണ്ട്, അപ്പം കൃത്യമായിട്ട് പഠിക്കുക. ആദ്യം മുതൽ അവസാനം വരെ എല്ലാവരും കൃത്യമായിട്ട് കാണുക. അഡീഷണൽ പോയിന്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ആ ടെക്സ്റ്റ് ബുക്കിനകത്ത് തന്നെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്താലും അത് നിങ്ങളുടെ ഈ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ. ഓക്കെ, അപ്പം എല്ലാവരും കൃത്യമായിട്ട് പഠിക്കുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.